സ്പാർക്ക് ചേംബർ കേട്ടിട്ടുണ്ടോ ഈ പേര്? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ല. പക്ഷെ പേടിക്കേണ്ട, കാരണം നമ്മളിവിടെ ഒരു ഉപകരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനല്ല പോകുന്നത്. മറിച്ച് കണികാഭൗതികശാസ്ത്രം എന്ന വലിയ ലോകത്ത് ഈ സ്പാർക്ക് ചേംബർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുവാണ്. അപ്പോൾ റെഡിയല്ലേ? തുടങ്ങാം. ശരി, നമുക്കൊരു നിമിഷത്തേക്ക് ഭൗതികശാസ്ത്രജ്ഞനാവാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്തത്ര ചെറിയ കണികകളെ, ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ പഠിക്കും? ഇതൊരു ചെറിയ തലവേദനയൊന്നും അല്ലല്ലേ? അതെ, ചോദ്യം വളരെ സിമ്പിളാണ്. കാണാൻ കഴിയാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ കാണും? ഇതൊരു കുസൃതി ചോദ്യം പോലെ തോന്നുന്നുണ്ടാവും, അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഫിസിക്സ് മുഴുവൻ മുന്നോട്ടു പോകുന്നത്. അപ്പോ ഈ വലിയ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഉത്തരം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക തരം ടൂൾ കിറ്റിലാണ്. അതെ, ഈ അദൃശ്യ ലോകത്തിന്റെ വാതിൽകൾ നമുക്ക് മുന്നിൽ തുറന്നു തരാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു കൂട്ടം അടിപൊളി ഉപകരണങ്ങൾ. ഈ ടൂൾ കിറ്റിലെ ഓരോ ഉപകരണത്തിനും നമ്മളൊരു പേര് പറയും: പാർട്ടിക്കിൾ ഡിറ്റക്ടറുകൾ. ഇവ എന്താ ചെയ്യുന്നതെന്നല്ലേ? ഈ കാണാൻ പറ്റാത്ത കണങ്ങളെ കണ്ടെത്തുക മാത്രമല്ല, അവ എങ്ങോട്ടാ പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യും. എന്തിനധികം അത് ഏത് തരം കണമാണെന്ന് വരെ തിരിച്ചറിയും. പറഞ്ഞു വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു തരം സൂപ്പർ പവർ ഗ്ലാസ്സാണിത്. ഇനി ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരൊറ്റ ഉപകരണമല്ല, ഇതൊരു വലിയ കുടുംബം തന്നെയാണ്. ഓരോ പ്രത്യേക ആവശ്യത്തിനും വേണ്ടി പലതരം ഡിറ്റക്ടറുകളുണ്ട്. അപ്പോൾ പിന്നെ ഈ ഫിസിസിസ്റ്റിന്റെ ടൂൾ ബോക്സിലുള്ളവരെ, അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതൊന്ന് നോക്കിക്കേ, ശരിക്കും ഒരു ഫാമിലി ട്രീ പോലെയുണ്ടല്ലേ? ഗ്യാസ് ഫിൽഡ് കൗണ്ടറുകൾ, ട്രാക്ക് ഡിറ്റക്ടറുകൾ, അങ്ങനെ പല പല ബ്രാഞ്ചുകൾ. ഓരോ ബ്രാഞ്ചിലും അതിൻ്റേതായ സ്പെഷ്യൽ കഴിവുകളുള്ള അംഗങ്ങളും. അപ്പോൾ ഇത്രയും വലിയ ഈ കുടുംബത്തിൽ നമ്മൾ തേടി നടക്കുന്ന നമ്മുടെ സ്പാർക്ക് ചേംബർ എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നത്? നമുക്കിതിലെ ഒരു ബ്രാഞ്ചിലേക്കൊന്ന് സൂം ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിലെ ഒരു പ്രത്യേക ശാഖയിലേക്കൊന്ന് സൂം ചെയ്തു നോക്കാം. കണികകൾ പോകുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിഭാഗം, അതായത് അദൃശ്യമായതിനെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു വിഭാഗം. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ചില ഡിറ്റക്ടറുകൾ ഒരു കണം അതിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അത് പോയ വഴി ഒരു അടയാളമായി അവിടെ രേഖപ്പെടുത്തും. ശരിക്കും നമ്മൾ മഞ്ഞിലൂടെ നടക്കുമ്പോൾ കാൽപ്പാടുകൾ പതിയുന്നില്ലേ? അതുപോലെ തന്നെ. അപ്പോ ഈ ഒരു സ്പെഷ്യൽ ക്ലബിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കാം. വിൽസൺ ക്ലൗഡ് ചേംബർ, ബബിൾ ചേംബർ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. പിന്നെ ദേ വരുന്നു നമ്മൾ അന്വേഷിക്കുന്ന ആള്, സ്പാർക്ക് ചേംബർ. അപ്പോൾ സംഗതി പിടിയിട്ടിയല്ലോ, ആൾ ഈ ടീമിലാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് യാത്ര അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഡിറ്റക്ടറുകളുടെ ഈ വലിയ കുടുംബത്തിൽ നമ്മുടെ സ്പാർക്ക് ചേംബറിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സമയമായി. അതെ, ഈ ട്രാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ഡിറ്റക്ടറുകളുടെ ലോകത്താണ് നമ്മുടെ സ്പാർക്ക് ചേംബറിന്റെ സ്ഥാനം. ഇനി വല്ല സംശയവും ബാക്കിയുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടുനോക്കൂ. സ്പാർക്ക് ചേംബർ എന്നത് ഒരു പ്രത്യേകതരം പാർട്ടിക്കിൾ ഡിറ്റക്ടറാണ്. അത് ട്രാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ഡിറ്റക്ടറുകളുടെ ഗണത്തിൽപ്പെടുന്നു. കണ്ടില്ലേ, എത്ര ക്ലിയറായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നടത്തിയ ഈ യാത്ര ഒന്നുകൂടി ഓർത്തു നോക്കിയാലോ? അദൃശ്യമായതിനെ കാണാനുള്ള ഒരു വെല്ലുവിളിയിൽ നിന്ന് നമ്മൾ തുടങ്ങി. അവിടെ നിന്ന് ഡിറ്റക്ടറുകളുടെ ഒരു വലിയ ഫാമിലിയെ തന്നെ നമ്മൾ മാപ്പ് ചെയ്തു. അവസാനം ആ ഫാമിലിയിലെ വിഷ്വൽ എന്ന ബ്രാഞ്ചിലാണ് സ്പാർക്ക് ചേംബറിന്റെ വീടെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൂൾസിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അറിയാം. പക്ഷേ എന്റെ മനസ്സിൽ വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ വെച്ച് ശാസ്ത്രജ്ഞർ എന്തൊക്കെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ?